പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ നമുക്കിതൊരു വെറൈറ്റി ട്രിപ്പാണ്. വേറെ ഒന്നുമില്ല, ഇക്കച്ചിക്ക് ഓട്ടം കോട്ടയത്തൊക്കെയാണ്, കൂടെ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ക്ലീനർ ആവശ്യമുണ്ടെങ്കിൽ 2 ക്ലീനർമാർ വീട്ടിലുണ്ട്, പ്രത്യേകിച്ച് പണിയില്ലാണ്ടിരിക്കണം. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പപ്പാതി. അപ്പോൾ നമ്മളിന്ന് ഇക്കച്ചിക്ക് കൂടെ ആരുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ലോങ്ങാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു വീഡിയോ എടുക്കുകയും ചെയ്യാം, മൂപ്പർക്ക് കൂടെ ആളുമായി, എന്ത് പറയുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോണേക്ക് കുറച്ച് പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. കാരണം ഇവിടെ പൈനാപ്പിളിന് നല്ല റേറ്റ് കുറവാണ്. കാരണം അറിയാമല്ലോ, മൂവാറ്റുപുഴ പൈനാപ്പിൾ സിറ്റി. അപ്പോൾ നമുക്ക് നല്ല ഉപ്പും മുളകൊക്കെ തേച്ച് പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് ഷാപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു പെണ്ണിനെ സെപ്പറേറ്റ് മേടിച്ചു കേട്ടോ, ഈ മുളകും ഉപ്പൊന്നും ഇല്ലാണ്ട്. അത് അവളുടെ സെപ്പറേറ്റ്. ഞങ്ങൾക്ക് നല്ല മുളകും ഉപ്പൊക്കെ തേച്ച് അതും മേടിച്ചു. പൈനാപ്പിൾ അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും നല്ല ടേസ്റ്റാലേ. പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല പൈനാപ്പിളിലോട്ട്. ജ്യൂസ് അടിക്കാനാണെങ്കിലും പാല് അത് ഇതൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് മുളകും തേച്ച് കഴിക്കുക, ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. എന്ത് രസമാണെന്ന് പറയുക ഉപ്പ് മുളകൊക്കെ തേച്ച് തിന്നാൻ. കുഞ്ഞു പെണ്ണിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവർക്ക് ഇങ്ങനെയൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ആൾ ഡബിൾ ഓക്കെയാണ്. പിന്നെ നമുക്ക് ഉറങ്ങാൻ വേണ്ട, ഫുഡും വേണ്ട, ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളും കൂടി കിട്ടിയപ്പോൾ ആളതിൽ സെറ്റായി. നല്ല രസമുണ്ടാകും കേട്ടോ. ഉപ്പുമുളകൊക്കെ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരിക. നല്ല രസമുണ്ടാകും കഴിക്കാനായിട്ട്. ഞാൻ കിച്ചി കുഞ്ഞിപ്പെണ്ണും അങ്ങനെ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ഉപ്പായും കമ്പനി അടിച്ചിരുന്നു, നമ്മളെ ഒറ്റയ്ക്കാക്കി. ഞാൻ ഇടയ്ക്ക് വരെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ കൂടുതലും ഈ വണ്ടികളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ വീട്ടിൽ ഞാൻ ഞങ്ങൾ കിച്ചൻ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കുന്നത് വണ്ടികളെ കുറിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഭാവിയിൽ വണ്ടി വേണം, ഞങ്ങൾ ഏതൊക്കെ വണ്ടി എടുക്കും, ഇതൊക്കെയാണ് ഞങ്ങളുടെ സംസാരങ്ങൾ. അപ്പോൾ ഞാൻ കിച്ചി ഒരു വണ്ടി പറയുമ്പോൾ അത് വേണ്ട, എനിക്കിത് മതി. ഞങ്ങൾ തല്ലുപിടുത്തം ഇതിലാണ് കാര്യമായിട്ടും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ നല്ല കഞ്ഞിയാണ് കഴിച്ചത്. കഞ്ഞിയും പയറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കിച്ചി സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്ന് കഴിച്ചത് നല്ല മോരും കഞ്ഞിയും അച്ചാറും പയറും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട്. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. തിരിച്ചു വരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൊക്കിക്കോട്ട് വരിക ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ വീണ്ടും വണ്ടി പാട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ പാട്ടിട്ടപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പിന്നെ പാട്ടും കളിയൊക്കെ ആയിട്ട് അങ്ങനെ അവളങ്ങ് കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പാനും മോളുടെയും കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കോള് വന്നപ്പോൾ ആ ഫ്ലോ അങ്ങ് പോയി. അപ്പം പിന്നെ ഞാൻ സൗണ്ട് ഓഫാക്കി. പിന്നെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മേത്ത് കയറി ഇച്ചിരി പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഏറ്റുമാനൂരൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞ് ആൾ ഉറക്കത്തിലോട്ട് പോയിട്ടോ, പാലൊക്കെ കുടിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. പിന്നെ നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി. ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ, വീഡിയോ എടുക്കുന്നത് കിച്ചിയാണ്. പിന്നെ നമ്മളവിടുന്ന് ലോഡ് ഇറക്കി കഴിഞ്ഞ് തിരിച്ച് വന്നു. അപ്പം അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.